എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹാർദമായ സ്വാഗതം. PSC പരീക്ഷകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ഇന്ത്യൻ ഹിസ്റ്ററി, പ്രത്യേകിച്ച് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. ഈ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ചില ഭാഗങ്ങൾ, ചില ക്വസ്റ്റ്യൻസ്, അതിലുമായി ബന്ധപ്പെട്ട ചില പ്രധാന ചോദ്യങ്ങൾ നമ്മൾക്ക് ഇന്നിവിടെ പരിചയപ്പെടാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമേത്? ബക്സാർ യുദ്ധം, പ്ലാസി യുദ്ധം, പാനിപ്പത്ത് യുദ്ധം, മൈസൂർ യുദ്ധം. ഏതാണ്? പ്ലാസി യുദ്ധം. 1757 ജൂൺ മാസം 23 ഏത് യുദ്ധം നടന്നത്? പ്ലാസി യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം നടത്തിയിരുന്നത്? അതായത് ബ്രിട്ടീഷ് സേനാ നായകനായിരുന്ന റോബർട്ട് ക്ലൈവും അതുപോലെ തന്നെ ബംഗാൾ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയും തമ്മിലായിരുന്നു ഏത് യുദ്ധം നടത്തിയിരുന്നത്? പ്ലാസി യുദ്ധം നടത്തിയിരുന്നത്. നമ്മൾ പറഞ്ഞു, ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് ഏത് യുദ്ധം? പ്ലാസി യുദ്ധം. എങ്കിൽ നമുക്കൊന്ന് നോക്കാം. ബക്സാർ യുദ്ധം, അതായത് നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധമാണെങ്കിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സുസ്ഥിരമാക്കിയ യുദ്ധമാണ് ഏത് യുദ്ധം? ബക്സാർ യുദ്ധം. 1764 ഏത് യുദ്ധം നടന്നത്? ബക്സാർ യുദ്ധം നടന്നത്. എങ്കിൽ പാനിപ്പത്ത് യുദ്ധത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ്, ആരൊക്കെ തമ്മിലായിരുന്നു പാനിപ്പത്ത് യുദ്ധം നടന്നിരുന്നത്? അതെന്താണ് പാനിപ്പത്ത് യുദ്ധത്തിന്റെ പ്രത്യേകത? അതായത് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമായിരുന്നു ഏത് യുദ്ധം? 1526 നടന്ന പാനിപ്പത്ത് യുദ്ധം. എത്ര യുദ്ധങ്ങളായിരുന്നു പാനിപ്പത്തിൽ വെച്ച് നടന്നിരുന്നത്? 3 യുദ്ധങ്ങളായിരുന്നു. അതായത് 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം, 1556 രണ്ടാം പാനിപ്പത്ത് യുദ്ധം, 1761 ഏത് യുദ്ധമായിരുന്നു? മൂന്നാം പാനിപ്പത്ത് യുദ്ധം. ഇങ്ങനെ 3 പാനിപ്പത്ത് യുദ്ധങ്ങളാണ് നടന്നിരുന്നത്. അതേപോലെ തന്നെ മൈസൂർ യുദ്ധങ്ങൾ. എന്താണ് മൈസൂർ യുദ്ധത്തിന്റെ പ്രത്യേകത? അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മൈസൂർ ഭരണാധികാരികളും തമ്മിൽ നടന്ന യുദ്ധത്തെയാണ് എന്ത് പറയുന്നത്? മൈസൂർ യുദ്ധങ്ങൾ. പ്രധാനമായിട്ട് 4 മൈസൂർ യുദ്ധങ്ങളാണ് നടന്നിരുന്നത്. ഓക്കെ, അടുത്തത് 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയായിരുന്നു? ഡൽഹി, മീററ്റ്, ഝാൻസി, കാൺപൂർ. എവിടെയായിരുന്നു? മീററ്റ്. അതായത് ഏറ്റവും കൂടുതൽ, അതായത് 1857 വിപ്ലവം നടന്ന ഏറ്റവും കൂടുതൽ നടന്നത് എവിടെയായിരുന്നു? ഉത്തർപ്രദേശിലായിരുന്നു. ഈ ഉത്തർപ്രദേശിലായിരുന്നു ഏത്? മീററ്റ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? മംഗൽ പാണ്ഡെ, നാനാ സാഹിബ്, താന്തിയ തോപ്പി, ഝാൻസി റാണി. ആരായിരുന്നു? മംഗൽ പാണ്ഡെ. അതെ, മംഗൽ പാണ്ഡെ ആയിരുന്നു 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. എന്നാണ് അദ്ദേഹത്തെ തൂക്കിക്കൊന്നത്? 1857 ഏപ്രിൽ 8 തീയതിയായിരുന്നു അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. ഇനി നമുക്ക് നാനാ സാഹിബിനെ കുറിച്ച് നോക്കാം. നാനാ സാഹിബ്, അതായത് നാനാ സാഹിബ് എവിടെ നിന്നാണ് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്? കാൺപൂരിൽ വെച്ചിട്ടായിരുന്നു. കാൺപൂരിലെ നേതാവായിരുന്നു ആര്? നാനാ സാഹിബ്. ഈ നാനാ സാഹിബിന്റെ സേനാ നായകനായിരുന്നു അത് താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹമായിരുന്നു 1857 വിപ്ലവത്തിലെ ഗറില്ല യുദ്ധനന്ത്രം ആവിഷ്കരിച്ച നേതാവായിരുന്നു ആര്? താന്തിയ തോപ്പി. പിന്നെ ഝാൻസി റാണി. ഝാൻസി റാണിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? അതായത് ഝാൻസിയിലെ റാണി ലക്ഷ്മി ഭായ് ആണ് യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അല്ലേ? ഇത് കൂടാതെ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ഝാൻസി റാണിയുടെ ശരിയായ പേരെന്താണ്? മണികർണിക എന്നാണ് പേര്. അതേപോലെ തന്നെ നാനാ സാഹിബിന്റെ ശരിയായ പേരെന്താണ്? ദോണ്ട് പന്ത് എന്നായിരുന്നു ആരുടെ പേര്? നാനാ സാഹിബിന്റെ പേര്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു, VD സവർക്കർ, ദാദാഭായ് നവറോജി, ബാലഗംഗാധര തിലക്. ആരായിരുന്നു? VD സവർക്കർ. VD സവർക്കർ ആയിരുന്നു എന്ത് പറഞ്ഞിരുന്നത്? 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആര്? കാനിങ് പ്രഭു, ഡൽഹൌസി പ്രഭു, ലിട്ടൺ പ്രഭു, കഴ്സൺ പ്രഭു. ആരായിരുന്നു? ഡൽഹൌസി പ്രഭു ആയിരുന്നു എന്താ ആവിഷ്കരിച്ചിരുന്നത്? ദത്താവകാശ നിരോധന നയം ആവിഷ്കരിച്ചത്. 1848 ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയത്. ഏതൊക്കെ പ്രദേശങ്ങളിലായിരുന്നു? സത്താറ, ഝാൻസി, ബഗൽപൂര്, നാഗപ്പൂര്, ഔദ് എന്നിവിടങ്ങളിലാണ് എന്ത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്? പ്രധാനമായിട്ടും ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയത്? അതായത് പിന്തുടർച്ച അവകാശികളില്ലാതെ ഏതെങ്കിലും ഒരു നാട്ടുരാജാവ് അന്തരിക്കുകയാണെങ്കിൽ ആ പ്രദേശം ബ്രിട്ടീഷ് ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെടും എന്നാണ് ഏതിലൂടെ അർത്ഥമാക്കുന്നത്? ദത്താവകാശ നിരോധന നയത്തിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ കാനിങ് പ്രഭുവുമായിട്ട് ബന്ധപ്പെട്ട് ദത്താവകാശ നിരോധന നയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ദത്താവകാശ നിരോധന നയം നിർത്തലാക്കിയത് ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. റദ്ദ് ചെയ്തത് കാനിങ് പ്രഭു ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം? 1885, 1890, 1900, 1907. എപ്പോഴായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്? 1885 ഡിസംബർ മാസം 28 മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. ഇതിൽ സ്ഥാപിതമാകുമ്പോൾ ഇന്ത്യൻ INC സ്ഥാപിതമാകുമ്പോൾ ഉണ്ടായിരുന്ന എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 72 അംഗങ്ങളായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. ആരായിരുന്നു INC സ്ഥാപിച്ചത്? അതായത് AO ഹ്യൂം എന്ന ബ്രിട്ടീഷുകാരനായിരുന്നു ഇതിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയത്. അദ്ദേഹം തന്നെയായിരുന്നു അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി. അങ്ങനെയെങ്കിൽ ആരായിരുന്നു INCയിലെ ആദ്യ പ്രസിഡന്റ്? WC ബാനർജി ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വാക്ക് ഇതിനു വേണ്ടി നൽകി, കോൺഗ്രസിന് ആ പേര് നൽകിയത് ദാദാഭായ് നവറോജി ആയിരുന്നു. ഈ ദാദാഭായ് നവറോജി ആയിരുന്നു ഇതിൻ്റെ, നമ്മൾ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാം. എന്നാൽ ഇത് പറയുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനം നടന്ന വർഷം? 1902, 1905, 1911, 1919. എപ്പോഴായിരുന്നു ബംഗാൾ വിഭജനം നടന്നത്? 1905 ബംഗാൾ വിഭജനം നടത്തിയിരുന്നത്. എന്നാൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭു ആയിരുന്നു ബംഗാൾ വിഭജനം നടത്തിയിരുന്നത്. ഇതിന്റെ ഡേറ്റ് പറയുകയാണെങ്കിൽ ഏതാണ്? ജൂൺ മാസം 20 ആയിരുന്നു. ജൂലൈ 20 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം നടന്നത്. എന്നാൽ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത്, ബംഗാൾ വിഭജനം നടത്തിയത് നിലവിൽ വന്നത് 1905 തന്നെയാണ്. പക്ഷെ ദിവസം വ്യത്യാസമുണ്ട്. എപ്പോഴാണെന്നറിയോ? ഒക്ടോബർ 16. അതായത് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ഈ ഒക്ടോബർ 16 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ബംഗാളിൽ എന്താണ്? ബംഗാൾ അന്ന് വിലാപ ദിനമായിട്ടാണ് ആചരിച്ചിരുന്നത്. ഇതുകൂടാതെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണ്? നമ്മൾ പറഞ്ഞു കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയതെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ബംഗാളിൽ നമ്മുടെ ഇന്ത്യയിൽ വൈസ്രോയി ആര് എന്ന് ചോദിച്ചാൽ ആരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്? അതായത് മിന്റോ പ്രഭു സെക്കൻഡ് ആയിരുന്നു. ആരായിരുന്നു? മിന്റോ പ്രഭു സെക്കൻഡ് ആയിരുന്നു ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോഴുള്ള വൈസ്രോയി. അപ്പൊ 2 ക്വസ്റ്റ്യൻ മാറിപ്പോണ്ട. ബംഗാൾ വിഭജനം നടത്തിയിരുന്നത് ആരായിരുന്നു? ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി എന്ന് ചോദിച്ചാൽ കഴ്സൺ പ്രഭുവും, ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോഴുള്ള വൈസ്രോയി മിന്റോ പ്രഭു സെക്കൻഡുമാണ്. വർഷങ്ങൾ മനസ്സിലാക്കുക, തെറ്റിക്കരുത്. അടുത്തത്, ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ സത്യാഗ്രഹം ഏത്? ഉപ്പു സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം. ഏതാണ് ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി നടത്തിയ സത്യാഗ്രഹം? ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയിരുന്നത് ഇല്ലേ? അനി ഉപ്പു സത്യാഗ്രഹം 1930, ഖേദ സത്യാഗ്രഹം 1918, നിസ്സഹകരണ പ്രസ്ഥാനം 1920. ഇതിൽ മറ്റൊരു കാര്യം കൂടെ
ശ്രദ്ധിക്കാനുണ്ട്. ഇതിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ, അതായത് INCയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ബഹുജന സമരമാണ് ഏത്? നിസ്സഹകരണ പ്രസ്ഥാനം. അതായത് ഒന്നും കൂടി പറഞ്ഞുതരാം, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ, അതായത് INCയുമായി ബന്ധപ്പെട്ട INCയുടെ നേതൃത്വത്തിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ ബഹുജന മുന്നേറ്റ സമരമായിരുന്നു ഏത്? നിസ്സഹകരണ പ്രസ്ഥാനം 1920. അടുത്ത ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന്? 1919 ഏപ്രിൽ 13, 1920 ജനുവരി 26, 1917 മാർച്ച് 10, 1921 നവംബർ 5. എപ്പോഴാണ്? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. എവിടെയായിരുന്നു? പഞ്ചാബിലെ അമൃത്സർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഏത് നടന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നിരുന്നത്. ആരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അതായത് 2 ചോദ്യം ഇവിടെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് എഴുതാൻ പറ്റും? ജനറൽ റെജിനാൾഡ് ഡയറും. എന്നാൽ ഈ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ, അനുമതി നൽകിയ, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ ആര് എഴുതണം? മൈക്കിൾ ഒ ഡയർ. അതായത് 2 ക്വസ്റ്റ്യനും ഒരേപോലെയാണ്, പക്ഷെ ശ്രദ്ധിച്ച് ആൻസർ എഴുതണം. അതായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ചോദിച്ചാൽ ആരാണ് എഴുതേണ്ടത്? അതായത് മൈക്കിൾ ഒ ഡയർ. ഓക്കെ, അടുത്തത്, സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രവചിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലക്, വിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ആരായിരുന്നു? ബാലഗംഗാധര തിലകാണ് സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് ഉദ്ഘോഷിച്ചാരായിരുന്നു? ബാലഗംഗാധര തിലക്. സുഭാഷ് ചന്ദ്രബോസ് എന്താണ് പറഞ്ഞത്? നിങ്ങളെനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ഉദ്ഘോഷിച്ച വ്യക്തിയായിരുന്നു ആര്? മഹത് വ്യക്തിയായിരുന്നു നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. അടുത്തത്, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് സമ്മേളനം സൂററ്റ്, ലാഹോർ, നാഗപ്പൂർ, കൊൽക്കത്ത. ഏതാണ്? ലാഹോർ. 1929 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്നത് അല്ലെ? ഏത് സമ്മേളനത്തിലാണ്? ലാഹോർ സമ്മേളനത്തിൽ. ഈ സമയത്ത് ആരായിരുന്നു INC പ്രസിഡന്റ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു INC പ്രസിഡന്റ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 1929 ഈ ലാഹോർ സമ്മേളനം നടന്നതിന് ശേഷമാണ് 1929 ഡിസംബർ 31 ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഇന്ത്യൻ മണ്ണിൽ ആദ്യമായിട്ട് ഉയർത്തിയത് എന്ന പ്രത്യേകത കൂടി ഈ സമ്മേളനത്തിന് ഉണ്ട്. അടുത്തത്, രവീന്ദ്രനാഥ ടാഗോർ തന്റെ നൈറ്റ്ഹുഡ് പദവി ഉപേക്ഷിക്കാൻ കാരണമായത് എന്ത്? അത് ബംഗാൾ വിഭജനം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ചൗരി ചൗര സംഭവം, സൈമൺ കമ്മീഷൻ. ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകിയത് ആര്? ഗാന്ധിജി, നെഹ്റു, പട്ടേൽ, ഭഗത് സിംഗ്. ആരാണ്? ഗാന്ധിജി. എപ്പോഴാണിത് അദ്ദേഹം പറഞ്ഞത്? അതായത് 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി എന്ത് ആഹ്വാനം നൽകിയത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം INCക്ക് നൽകിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? സരോജിനി നായിഡു, ആനി ബസന്റ്, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി. ആരായിരുന്നു ശ്രദ്ധിക്കണ ഈ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസന്റ്. ഇവിടെ കുറച്ചൊന്നും ശ്രദ്ധിക്കാനുണ്ട്. അതായത് നോക്കിയേ, ഈ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതിൽ തന്നെ നമുക്ക് പല ക്വസ്റ്റ്യൻസ് വരും എന്ന് നോക്കിയേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏതായിരിക്കും ഉത്തരം എഴുതേണ്ടത്? സരോജിനി നായിഡു. ആരാണ്? സരോജിനി നായിഡു. ഇനി ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ INC പ്രസിഡന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആരെഴുതാം? ഇന്ദിരാഗാന്ധി എന്ന് എഴുതാം.
അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലും മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അതായത് INCയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റായ വനിത എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരെഴുതാം? നമുക്ക് സോണിയാഗാന്ധി എന്ന് എഴുതാം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാനുണ്ട്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിത എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആരെഴുതണം? നെല്ലിസൺ ഗുപ്ത. ആരാണ് മക്കളെ? നെല്ലിസൺ ഗുപ്ത. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? രാജഗോപാലാചാരി, ലൂയി മൗണ്ട് ബാറ്റൻ, രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു. ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ? ലൂയി മൗണ്ട് ബാറ്റൻ പ്രഭു. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ തിരിച്ചു ചോദിക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് ആരെ എഴുതണം? രാജഗോപാല ആചാര്യ. രാജഗോപാൽ ആചാര്യാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ. അതേ ക്വസ്റ്റ്യൻ തിരിച്ചൊന്നും കൂടെ ചോദിക്കുക. എങ്ങനെ? സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചാലും ആരെഴുതണം? രാജഗോപാലാചാരി എന്ന് ചോദിക്കണം. ഈ ലൂയിൻ മൗണ്ട് ബാറ്റൻ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് ആരെഴുതാം? ലൂയി മൗണ്ട് ബാറ്റൻ. ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാന്ധിജി വധിക്കപ്പെട്ടത് എന്ന്? 1848 ജനുവരി 30, 1947 ഓഗസ്റ്റ് 15, 1950 ജനുവരി 26, 1948 ഒക്ടോബർ 2. ഏതാണ്? 1948 ജനുവരി 30. നമ്മൾ ഏത് ദിനമായിട്ടാണ് അത് ആചരിച്ചു വരുന്നത്? രക്തസാക്ഷി ദിനമായിട്ടാണ് ആചരിച്ചു വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, MG റാനഡെ, ഫിറോസ് ഷാ മേത്ത. ആരാണ് ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത്? ദാദാഭായ് നവറോജി. എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഇന്ത്യക്ക്, അതായത് INCക്ക് ആ പേര് നിർദ്ദേശിച്ചതായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേര് നിർദ്ദേശിച്ച വ്യക്തി കൂടിയായിരുന്നു ആര്? ദാദാഭായ് നവറോജി. ഇതുകൂടാതെ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെയും ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുക? ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ? അതായത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്ന ആരായിരുന്നു? ഗാന്ധിജിയുടെ മാത്രമല്ല, സരോജിനി നായിഡുവിന്റെയും അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്നയുടെയും രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഈ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരുവാണ് ആര്? MG റാനഡെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി പങ്കെടുത്ത ഒരേ ഒരു വട്ടമേശ സമ്മേളനം ഏത്? ഒന്നാം വട്ടമേശ സമ്മേളനം, രണ്ടാം വട്ടമേശ സമ്മേളനം, മൂന്നാം വട്ടമേശ സമ്മേളനം. ഒന്നിലും പങ്കെടുത്തിട്ടില്ല. ഏതാണ് ശരിയായ ആൻസർ? രണ്ടാം വട്ടമേശ സമ്മേളനം. ഇല്ലേ? എപ്പോഴാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്? 1930 മുതൽ 32 വരെയാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. എവിടെയാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നതെന്ന് പറയാവോ? അതായത് ലണ്ടനിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. അതായത് ഇന്ത്യൻ ഭരണ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സർക്കാർ ലണ്ടനിൽ വിളിച്ചു കൂട്ടിയ സമരത്തെയാണ് എന്ത് പറയുന്നത്? വട്ടമേശ സമ്മേളനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ INC പങ്കെടുത്തിരുന്നില്ല. ആരായിരുന്നു അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്? BR അംബേദ്കർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതുകൂടാതെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് നമ്മുടെ ഗാന്ധിജി INCയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തത്. മാത്രമല്ല ഗാന്ധിജിയോടൊപ്പം 2 പേർ ആ സമയത്ത് പോയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സരോജിനി നായിഡു, അതായത് വനിതകളുടെ പ്രതിനിധിയായിട്ടാണ് സരോജിനി നായിഡു പോയത്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നിയമോപദേഷ്ടാവായിട്ട് ഗാന്ധിജിയോടൊപ്പം ചെന്നത് ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യ. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി, രാജേന്ദ്ര പ്രസാദ്, അബ്ദുൾ കലാം ആസാദ്, പട്ടാഭി സീതാരാമയ്യ. ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ്. ഇനി ഇതിൽ 2-3 കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതായത് അബ്ദുൾ കലാം ആസാദ് ഇല്ലേ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആര്? അബ്ദുൾ കലാം ആസാദ്. എന്നാൽ ഇന്ത്യൻ INC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ
ഇന്ത്യയിൽ, അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ INC പ്രസിഡന്റായ വ്യക്തിയായിരുന്നു ആര്? അബുൽ കലാം ആസാദ്. മാത്രമല്ല INC പ്രസിഡന്റായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയായിരുന്നു ആര്? അബുൽ കലാം ആസാദ്. ഇനി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യത്തെ ഇന്ത്യൻ INC പ്രസിഡന്റാണ് ആര്? പട്ടാഭി സീതാരാമയ്യ. അത് INCയുടെ ചരിത്രകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി കൂടിയായിരുന്നു ആര്? പട്ടാഭി സീതാരാമയ്യ. ഓക്കെ. അടുത്തത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? AK ഗോപാലൻ, K കേളപ്പൻ, C കേശവൻ, മന്നത്ത് പത്മനാഭൻ. ആരായിരുന്നു കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? K കേളപ്പൻ. അതായത് കേളപ്പനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ കേരളത്തിലെ പയ്യന്നൂരിൽ വെച്ചിട്ടാണ് എന്തുണ്ടായിരുന്നു? ഉപ്പ് സത്യാഗ്രഹം നടത്തിയിരുന്നത് അല്ലേ? അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? K കേളപ്പനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. മാത്രമല്ല വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അത് വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ഇല്ലേ ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ ആയിരുന്നു ആര്? K കേളപ്പൻ. അങ്ങനെയെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിജി തിരഞ്ഞെടുത്ത ഇന്ത്യക്കാരൻ എന്ന് പറയുകയാണെങ്കിൽ ആര് പറയാൻ പറ്റും? ആചാര്യ വിനോബ ഭാവ. രണ്ടാമത്തെ വ്യക്തി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത് AKG പാവങ്ങളുടെ പടത്തലവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ആര്? AK ഗോപാലൻ. C കേശവൻ പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിന് പറയുന്നൊരു അപരനാമം ഉണ്ട്. എന്താണ്? തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരായിരുന്നു? C കേശവൻ. അതുപോലെ തന്നെ സിംഹം എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും നമുക്കൊന്ന് പറയാം. ഭാരത കേസരി എന്ന പേരിലും കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന പേരിലും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, സരോജിനി നായിഡു. ആരായിരുന്നു? മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ. ഏത് മാസികയിലാണ് ജനഗണമന ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത്? തത്വബോധിനി എന്ന മാസികയിലാണ് ആദ്യമായിട്ട് ജനഗണമന അച്ചടിച്ചു വന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ ഗീതമായ ഏതാണ്? വന്ദേ മാതരം എഴുതിയ വ്യക്തിയായിരുന്നു ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠം എന്ന നോവലിൽ നിന്നുമാണ് ഏത് ഭാഗം എടുത്തെടുത്ത്? വന്ദേ മാതരം എന്ന ഗീതം എടുത്തിരിക്കുന്നത്. ഇനി സരോജിനി നായിഡു, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുയുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതാ സമാഹാരൻ്റെതാണ് ത്രഷോൾഡ്, ഗോൾഡൻ ത്രഷോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ലാലാ ലജ്പത് റായ്, സർദാർ വല്ലഭായ് പട്ടേൽ, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു. ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ലാലാ ലജ്പത് റായ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പഞ്ചാബ് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നു. മഹാത്മാഗാന്ധിജി രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന് എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? ചാച്ചാജി എന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഋതുരാജൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. അദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ഒറ്റപ്പാലം, സൂററ്റ്, അമരാവതി, ഹരിപുരം. എവിടെയാണ് അമരാവതി? 1897 അമരാവതി സമ്മേളനത്തിലാണ് ആര് INC പ്രസിഡന്റ് ആയത്? സർ സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത്. അദ്ദേഹത്തിന് ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, എന്താണെന്ന് ഓർമ്മയുണ്ടോ? അത് ഗാന്ധിജിയും അരാജകത്വവും എന്നൊരു ബുക്ക്. അദ്ദേഹം നല്ല പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുക്കാണ്. അത് ഗാന്ധിജിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹം എഴുതിയ ബുക്കാണ് ഇത്, ഗാന്ധിജിയും അരാജകത്വവും എന്ന ബുക്ക്. അടുത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാര്? CR ദാസ്, VP മേനോൻ, സുഭാഷ് ചന്ദ്രബോസ്, പോറ്റി ശ്രീ രാമലു. ആരാണ്? VP മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? എബ്രഹാം ലിങ്കൻ, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ക്ലെമന്റ് ആറ്റ്ലി, വിൻസ്റ്റൺ ചർച്ചിൽ. ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഇതിപ്പോൾ ഒരു സാമ്പിൾ മാത്രമാണ് അല്ലേ, ഇതിൽ കൂടുതൽ നമ്മൾക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.